ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിലെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ റിട്ടയർമെന്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരും എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിമാരും RSSന്റെ വലിയ വലിയ നേതാക്കന്മാരും എല്ലാ ആൾക്കാരും. അപ്പോ ചില RSSകാരെ നമ്മളിപ്പോ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവരാരും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇപ്പൊ RSSന്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെൻ യു ടേൺ 75 ഇറ്റ് മീൻസ് യു ഷുഡ് സ്റ്റോപ്പ് നൗ ആൻഡ് മേക്ക് വേ ഫോർ അതേഴ്സ്. അതായത് 75 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തണം, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വഴിയൊരുക്കണം എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബൈറ്റ് അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. ആ ബൈറ്റ് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ആ ബൈറ്റ് അടക്കം പക്ഷെ ഇത് നമ്മൾ ചോദിക്കുന്ന RSS നേതാക്കന്മാർ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നാലും അദ്ദേഹത്തിന് 75 വയസ്സാവാൻ പോകുന്നു. 75 വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്യണം എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. കാരണം മോദി അങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ BJPക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അങ്ങനെ പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്വാനിയുടെ കേസൊക്കെ നമുക്കറിയാമല്ലോ. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറയുന്നു, ഇതിന്റെ കൂട്ടത്തിൽ അമിത്ഷാ ഈ ഗ്യാങ്ങിൽ ചേർന്നിട്ടുണ്ട്. അമിത്ഷാ പറയുന്നത്, ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ എന്റെ ജീവിതം സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ആയിരിക്കും. പോരാത്തതിന് നല്ല നല്ല കൃഷി, അങ്ങനെയുള്ള ഉഴുതുമറിക്കൽ എല്ലാമൊക്കെ നടത്താനായിട്ട് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് പറയുന്നു. ഇതിലൊന്നും പെടാത്ത അണ്ണാമലൈ കുറെ നാൾ മുമ്പേ ഇത് പറയുന്നുണ്ട്. ഞാൻ പൊളിറ്റിക്സിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വ്യവസായ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ എനിക്ക് ജീവിക്കാനായിട്ട് എനിക്കൊരു തോർത്ത് മാത്രം മതി എന്നാണ് അണ്ണാമലൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണെന്ന് പറയാം. പക്ഷെ ഇപ്പോ ഈ 3 പേര് പറയുന്ന ഈ ഒരു കാര്യം, പ്രധാനമായിട്ടും സർസംഘചാലക് പറയുന്ന ഒരു കാര്യം വലിയ ചർച്ചയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSSന് അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഒരു ഡേറ്റ് ഉണ്ടോ ഒരു സർസംഘചാലകിന്? ഐ മീൻ റിട്ടയർമെന്റിനായിട്ട് ഇന്ന ഡേറ്റിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് കൊള്ളണം എന്നൊരു സംഭവം ഉണ്ടോ? ഇനി രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി 75 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം റിട്ടയർ ആകുമോ? അമിത്ഷാ റിട്ടയർ ആയി കഴിഞ്ഞാലുള്ള പ്ലാൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബിജേട്ടാ? ഇത് ഒരു സ്വയം സേവകൻ ഒരിക്കലായാൽ അതിനൊരു റിട്ടയർമെന്റും ഇല്ല, രാജിയും ഇല്ല. അതാണ് ആ സംഘടന. അതായത് എവിടെയെങ്കിലും RSS രാജിവെച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, രാജിവെക്കുകയല്ല. അത് നമ്മളുടെ പ്രവർത്തനം, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്രവർത്തനമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്വയംസേവൻ ഒരിക്കലും, അതിപ്പം പക്ഷേ അവരുടെ ജോലി തിരക്കും ഉണ്ടാകാം, അനാരോഗ്യം കൊണ്ടാകാം. നമ്മുടെ ഈ RSSന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളോ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയോ, ഇപ്പൊ നമുക്ക് പുറത്ത് കിട്ടുന്ന ആ ഒരു ഭരണഘടന നോക്കിയാൽ പോലും എങ്ങും ഈ ഒരു റിട്ടയർമെന്റ് ഏജിനെ കുറിച്ച് പറയുന്നില്ല. ചരിത്രം പരിശോധിക്കുമ്പോൾ ഹെഡ്ഗേവാർ 51 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. അതിനുശേഷമാണ് പുതിയ സംഘചാലക് വരുന്നത്. സർസംഘചാലകമായിട്ട് അടുത്ത് വരുന്ന ഗുരുജിയാണ്. ഗുരുജി 67 വയസ്സിൽ അനാരോഗ്യം മൂലമാണ് അടുത്ത ആളെ നിയമിച്ചത്. അനാരോഗ്യമായിരുന്നു. അതിനുശേഷം ദേവറസ് അനാരോഗ്യമായിരുന്നു. പിന്നെ വന്നത് സുദർശൻജിയാണ്. സുദർശൻജി വരുമ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇതിന്റെ രൂപമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, യുവാക്കൾ നേതൃത്വത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അതിനർത്ഥം എന്താണ്? എനിക്ക് പ്രായമാകുന്നു, എനിക്ക് വയ്യ, അതുകൊണ്ട് നിങ്ങൾ യുവാക്കൾ, കുറച്ചുകൂടെ ഊർജ്ജസ്വലരായ യുവാക്കൾ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. ഇപ്പോ വന്നിരിക്കുന്ന ശ്രീ മോഹൻ ഭാഗവത്ജി, അദ്ദേഹത്തിനും സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ വർഷം സെപ്റ്റംബർ 11 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പൊ 75 വയസ്സ് തികയുക. സെപ്റ്റംബർ 17 നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആണ്. അതായത് സെപ്റ്റംബർ മാസത്തിൽ 2 പേരുടെ ബർത്ത്ഡേ ആണ് നടക്കുന്നത് ഈ വർഷം. അപ്പൊ 2 പേർക്ക് 75 വയസ്സാകും. ഇനി BJPയിലേക്ക് വന്നാൽ BJPയുടെ ഭരണഘടനയിലും 75 വയസ്സ് എന്ന് പറഞ്ഞൊരു നിയമമില്ല. പകരം ഈ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 75 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ എന്താ പറയുന്നത്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് 2014 നരേന്ദ്രമോദി പറയുകയുണ്ടായി. എന്നാൽ ചില കൺസെഷൻസ് ഇതിനകത്ത് ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദേവഗൌഡ്, പിന്നെ ഈ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ, അദ്ദേഹം 77-ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്. പക്ഷെ അധികം നാൾ നിന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത്. രണ്ട് വർഷം പോലും നിന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ O രാജഗോപാൽ, അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് MLA ആയിരുന്നത്? അപ്പം ചില കൺസെഷൻസ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി തുടരണോ വേണ്ടയോ എന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഒരു അലിഖിത നിയമം എന്ന് പറയാം. അതായത് നിയമം എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്ന നിയമം, ഇതൊരു അലിഖിത നിയമമാണ്. സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ഒരു നിയമമേ ഇല്ല. റിട്ടയർമെന്റ് എന്നൊരു സാധനം അതിനകത്തില്ല. റിട്ടയർമെന്റ് ഏജും ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷനാണ് പറഞ്ഞത്, സംഘടനയുടെ വിഷനല്ല പറഞ്ഞത്. അദ്ദേഹം മോഹൻ ഭാഗവത്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ, അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ്. കാരണം ഇതിന് മുമ്പിരുന്ന മുൻഗാമികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻഗാമികളെല്ലാം പറഞ്ഞതും ഇതേ ഡയലോഗുകൾ തന്നെയാണ്. ഡോക്ടർജിയുടെ പിന്നെ മരണത്തോടു കൂടിയാണ് ആ ഒരു സ്ഥാനം വന്നത്. ഗുരുജി പറഞ്ഞത് 67-ാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യം വന്നപ്പോഴത്തേന് അദ്ദേഹം അടുത്ത ആളെ ഏൽപ്പിക്കുക. പ്രായം കൂടുമ്പോൾ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മാറുക ചെയ്യുന്നു.
അതിനടുത്ത് ദേവറസും അങ്ങനെ തന്നെയായിരുന്നു. സുദർശൻ ജി എന്താണ് പറഞ്ഞത്? എനിക്ക് കൂടുതൽ എന്താണ് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ വരട്ടെ നേതൃത്വത്തിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് തന്നെയാണ്. അതൊരു ഏജ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. ബി ജെ പിയിലും അതൊക്കെ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ ഈ സംഘടന ഇവിടെയാണ് നമ്മൾ ഈ RSS എന്ന് പറയുന്ന സംഘടനയെ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന സംഘടനയെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ബാക്കിയുള്ള എല്ലാ സംഘടനകളും മരിക്കുന്നവരെ ആ ഒരു സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനിരിക്കുന്നവരാണ് എങ്കിൽ ഇത് അങ്ങനെയല്ല. എനിക്ക് വയ്യ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ മോഹൻ ഭഗവത്ജിക്കും ഭയങ്കര ഹെൽത്തിയാണ് അദ്ദേഹത്തിന്റെ രാവിലത്തെ യോഗാഭ്യാസം ആയാലും. കാരണം മിക്കവാറും ഒക്കെ അദ്ദേഹം കേരളത്തിൽ വരുന്നത് ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 10 ദിവസം അദ്ദേഹം എറണാകുളത്തുണ്ടായിരുന്നു. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പോലും പറയുന്നു അതെ എനിക്ക് ആയി. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ കളം ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമാകും. പക്ഷെ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ടത് ഈ ഒരു നല്ല കാര്യമാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ചാകുന്നത് വരെ അതിനകത്ത് ഇരിക്കുക എന്നുള്ളതാണ് പല പാർട്ടിയുടെയും മാത്രമല്ല. ഇപ്പൊ മന്ത്രി ആകുകയാണെങ്കിൽ ഞാൻ തന്നെ മന്ത്രി, എന്റെ മരണശേഷം എന്റെ പാർട്ടി വേറെ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ ആയിരിക്കും. കഴിവുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിലും കൊടുക്കില്ല. ഇവിടെയാണ് BJPയും RSSും ഒക്കെ മറ്റുള്ള പാർട്ടികളിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറുന്നത്. ഇപ്പോൾ 75ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റിനെ കുറിച്ചാണ് ശ്രീ അമിത്ഷാ അദ്ദേഹത്തിന് അത്രയൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 67 68 ആ ഒരു ചെറിയ പ്രായം, 65 അങ്ങോട്ട് അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ കാരണം ഇദ്ദേഹം ആദ്യമായിട്ടല്ല, അമിത്ഷാ ആദ്യമായിട്ടല്ല അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിനെ കുറിച്ച് ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. തിരുവന്നപ്പോൾ അദ്ദേഹം അവസാനമായി അതിനെ കുറിച്ച് പറഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പം നമ്മുടെ ശ്രീധരൻ അന്ന് BJP ചേരുന്ന സമയമാണ്. അപ്പൊ ശ്രീധരനെ കണ്ടുകൊണ്ട് ശ്രീധരൻ ചേരുമ്പോൾ എനിക്ക് തോന്നി ശ്രീധരൻ സാറിന് 85 വയസ്സായിരുന്നാണ് എൻ്റെ ഒരു ഊഹം. അന്ന് ആ വേദിയിൽ വെച്ച് പബ്ലിക് മീറ്റിംഗില് ശംഖുമുഖം കടപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ അമിത്ഷാ പറഞ്ഞത്, എന്റെ വീട്ടുകാര് എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു, നിങ്ങൾ മടങ്ങി വരൂ, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ കുടുംബ ബിസിനസ് ഉണ്ട്. കാരണം അമിത്ഷായ്ക്ക് കുടുംബ ബിസിനസ് നിങ്ങൾ വരൂ എന്നാണ് പറയുന്നത്. ഈ പ്രായത്തിൽ എനിക്കും നിങ്ങളെ കാണുമ്പോൾ രാഷ്ട്രീയം വെച്ച് നോക്കുക അമിത്ഷാ വളരെ ചെറുപ്പമാണ് കേട്ടോ. അമിത്ഷായ്ക്ക് 60 വയസ്സേ ആയിട്ടുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് 55 വയസ്സായി. 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ രാഹുൽ ഗാന്ധി. അല്ല, അപ്പം അമിത്ഷാ അന്ന് പറഞ്ഞത്, എനിക്ക് സാറിനെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നു, അതിശയം തോന്നുന്നു. കാരണം എനിക്ക് തന്നെ വയ്യ. കാരണം ഞാൻ തന്നെ ഇത് റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്, ഓടാൻ വയ്യ. അപ്പോഴും ഈ പ്രായത്തിൽ ചുറുചുറുക്കോടെ വന്നല്ലോ എന്നുള്ളൊരു ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അമിത്ഷായുടെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു 3-4 മാസം മുമ്പ് ശ്രീ നരേന്ദ്രമോദി നാഗ്പൂർ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ചപ്പോൾ ശിവസേനയുടെ നേതാവ് സഞ്ജയ് റാവുത്ത് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു, അതിനു മുമ്പുള്ള ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ നാഗപ്പൂർ ആസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ഒരു ഇത് വന്നു. അദ്ദേഹം മാത്രമാണ് നാഗപ്പൂർ വന്നത്, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആയി, അതിനു വേണ്ടിയിട്ടാണ് നാഗപ്പൂർ വന്നത് എന്നാണ് പറഞ്ഞത്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെ പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളത് ശിവസേന UTVയുടെ നേതാവ് ശ്രീ സഞ്ജയ് റാവുത്ത് ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാം BJPയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ ഉള്ള കാലം ഒരു നേതാവ് എന്നൊരു സിസ്റ്റം ഇല്ല. അതിപ്പോ എവിടെയായാലും എല്ലാ കാലത്തും ഒരേ പോസ്റ്റ് ഒരേ സ്ഥാനം ഇല്ല. അവർക്ക് മിക്കവാറും ഒക്കെ 2 ടേം വരെയാണ് അവർ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിസ്ഥാനങ്ങൾ തന്നെ അവരങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാരാണെങ്കിലും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നന്നായി വർക്ക് ചെയ്താൽ നാളെ ഞാനും ആ ഒരു പോസ്റ്റിലേക്ക് എത്തും എന്ന്. കാരണം ചില പാർട്ടികളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള്, ഒരു നേതാവ് MLA ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നവരെ MLA ആണ്. വേറെ ആർക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റില്ല, വേറെ ആർക്കും അത് കൊടുക്കില്ല. ഇല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഇതിന്റെ പ്രസിഡന്റ് ആണ്, ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ആ പാർട്ടിയുടെ പ്രസിഡന്റാണ്. അതിനകത്തേക്ക് വേറെ ആരെങ്കിലും കടന്നു വരണ്ടേ, പുതിയ ചെറുപ്പക്കാർ വരണ്ടേ? അതുകൊണ്ടാണ് പല വലിയ പാർട്ടികളും, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം തലമുറയായിട്ട് ഇതിന്റെ അധികാരങ്ങളെങ്കിലും കൈമാറിയിരുന്നില്ല. ദിഗ്വിജയ് സിംഗ് ആയാലും അവസാനം ദിഗ്വിജയ് സിംഗിനൊക്കെ പിടിച്ചതായിട്ടിറക്കുകയായിരുന്നു ഇത്. അങ്ങനെ എല്ലാവരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മാറിക്കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാധനമാണ് ഇതിനകത്ത് ഉള്ളത്. അവർ മാറിക്കൊടുത്ത് പുതിയ തലമുറ കയറി വന്നെങ്കിൽ മാത്രമേ അതിന് ആ പാർട്ടിക്ക് ഊർജ്ജസ്വലത ഉണ്ടാകും. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു 7-8 ലെയർ ഉണ്ട്. അവരുടെ ഏറ്റവും മുതിർന്ന ലെയർ മുരളി മനോഹർ ജോഷി, LK അദ്വാനി, അതിന് തൊട്ടു താഴെ രാജ്നാഥ് സിംഗിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. അതിനും താഴെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ലെയർ വരുന്നത്. അവിടെയും വന്നിട്ട് അതിനും താഴെ അമിത്ഷായുടെ ഒരു ഇത് വരുന്നുണ്ട്, നിർമ്മലാ സീതാരാമൻ ആ ഒരു വിങ് വരുന്നു. അതിന് താഴെ വന്നിട്ട് യോഗി ആ ഒരു ടീം വരുന്നുണ്ട്, ഏതാണ്ട് ഒരു 50-55 വയസ്സ് ലെവലിലേക്ക് വരുന്നു. അതിനും താഴെ അവർക്ക് അണ്ണാമലയുണ്ട്, തേജസ്വി സൂര്യ ഉണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു നീണ്ട പരന്ന ലിസ്റ്റ്. അപ്പം
അങ്ങനെ പല ലെയർ ഉണ്ട്. അപ്പൊ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർക്ക് നാളെ എന്ത് സ്ഥാനം കിട്ടുമെന്നോ എന്ത് പൊസിഷൻ കിട്ടുമെന്നോ പറയാൻ കഴിയാത്ത ഒരു പാർട്ടി കൂടിയാണ്. അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം സംഘടന ഇവരെല്ലാം വാച്ച് ചെയ്യും. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്ന് ഒരു മാധ്യമങ്ങൾക്കോ ഒരു ബി ജെ പിക്കാരനോ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അത് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അത് പറഞ്ഞു കേൾക്കുന്ന പേര് സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേട്ടു, മുരളീധരന്റെ പേര് ടൈം കൊടുക്കും എന്ന് പറയുന്നു, അവർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അബ്ദുള്ള കുട്ടിക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും ചിന്തിക്കാത്ത ഒരിടത്തേക്കാണ് പാർട്ടി ചിന്തിച്ചത്. അപ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രീ ജോർജ് കുര്യന്റെ ഹിസ്റ്ററി തപ്പിപ്പോകുന്നത്. ഹിസ്റ്ററി തപ്പിപ്പോകുമ്പോൾ എന്താണ്, അദ്ദേഹം ബി ജെ പി രൂപീകരിച്ച കാലം മുതൽ ഈ സംഘടനയുടെ പല പല തസ്തികകൾ പ്രവർത്തിച്ച് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനമാണ് കൊടുത്തത്. അതായത് വിളിച്ച് വരൂ, നാളെ റെഡി ആയിക്കോ നിങ്ങളാണെന്ന്. അതെ, അദ്ദേഹത്തിന് പോലും, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ഒരുപാട് യുവാക്കൾ കടന്നു വരാനുള്ള പ്രധാന കാരണം. ഈ യുവാക്കളും യുവതികളും ഒക്കെ കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണത്തിൽ ഇതിന്റെ പൊസിഷൻസ് എപ്പോൾ വേണമെങ്കിൽ ലഭിക്കാം. ഇത് തന്നെയാണ് സംഘത്തിന്റെയും ഒരു രീതി. സംഘത്തിൽ ഇപ്പോ നമ്മളിപ്പോ ഒരു എന്താണ് പറയുന്നത്, മുഖ്യശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടത്തിയിട്ടല്ല ഇതാകുന്നത്. അത് ആ സംഘത്തിന്റെ ശാഖയിൽ ദൈനംദിന ശാഖയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും. ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള ഒരാൾ ഉരുത്തിരിഞ്ഞ് വരും. അല്ലാതെ ഇപ്പൊ എനിക്ക് ഇതിന്റെ മുഖ്യശിഷ്യനാകണം ഇല്ലെങ്കിൽ ഭൗതിപ്രഭു ആകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ഷൻ ഇല്ല, പ്രൊമോഷൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല, ഇവിടെയൊക്കെ വരികയാണ്. എന്നാൽ എന്റെ അറിവിൽ ഈ ബഹുഭൂരിപക്ഷം മുതിർന്ന ആളുകൾ, മുതിർന്ന കാര്യകർത്താക്കൾ ഉൾപ്പെടെ സ്ഥാനമാനങ്ങൾ വേണ്ട എനിക്ക്, ഞാൻ ഒരു സാധാരണ സ്വയം സേവനായിട്ട് പ്രവർത്തിച്ചോളാം, അതായത് 24 hours വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം വലിയ വലിയ പോസ്റ്റുകൾ വരുമ്പോൾ എനിക്കത് വേണ്ട, ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ പൊക്കോളാം എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം പേര്. അത് തന്നെയാണ് ആ സംഘടന നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യവും ആ സംഘടനയുടെ കരുത്തും അതാണ്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടനയാണെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടായാലും ഇടി ഉണ്ടായാന്, പല പല പീസായാലും ABC എന്നൊക്കെ പറഞ്ഞ പീസായാലും ഇടിയായാലും പിന്നെ എന്നും പത്രസമ്മേളനം കാര്യങ്ങളാണ്. ഇതങ്ങനില്ല. ഇപ്പം എനിക്ക് പറ്റുന്നില്ല, എന്നാൽ ഞാൻ മാറുകയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ കയറിയിരുന്നു, എനിക്ക് കുഴപ്പമേ ഇല്ല എന്ന് പറയുന്ന, കാരണം ഈ സംഘടനയെ ലയിച്ച് ചേർന്നിരിക്കുന്ന ഒരു പ്രവർത്തകരാണ് ഇതിനകത്ത് ഭൂരിപക്ഷം ഉള്ളത്. ബി ജെ പി ചിലപ്പോൾ വ്യത്യാസം കാണും. കാരണം അത് ഒരു പക്ഷേ സംഘത്തിന്റെ ഒരു ബേസ് ഇല്ലാതെ ബി ജെ പിയിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലയിലാണ് അവർ ബി ജെ പിയും കാണുന്നത്. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അത് ബി ജെ പി എന്ന് പറയുന്നൊരു പൊളിറ്റിയാണ്. നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ റിട്ടയർമെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരെന്നായിരിക്കും. പ്രത്യേകിച്ച് കേരള മീഡിയ ഇന്ന് തന്നെ തുടങ്ങിക്കാണ്, കേരളത്തിന്റെ ഈ മീഡിയാസുകൾ ഇന്ന് തന്നെ ചർച്ച തുടങ്ങിക്കാണും നരേന്ദ്രമോദിയുടെ പിൻഗാമി ആര് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ അതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള ഓരോരോ പേരുകൾ കൊടുക്കും. ഒരുപാട് പേരുടെ പേര് കൊടുക്കാമല്ലോ, ആരുടെ വേണേൽ കൊടുക്കാമല്ലോ. ഇപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുന്നുണ്ട്, നഷ്ടമൊന്നും നമുക്കില്ല. അപ്പൊ ഇതുവരെ നമ്മൾ ദേശീയ അധ്യക്ഷന്റെ പേരൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ ഈ ദേശീയ അധ്യക്ഷന്റെ വാർത്തയൊക്കെ നാഷണൽ ലെവലിൽ തനിച്ചെടുത്ത് പറയാം, നമുക്കത് കൊടുക്കേണ്ടതാണ്. കേരളത്തിന്റെ ഇപ്പൊ ബി ജെ പിയുടെ പുനഃസംഘടന വരുന്നു. എല്ലാ ദിവസവും നമ്മുടെ പല മാധ്യമങ്ങളിൽ പല വാർത്തയാണ് വരുന്നത്. ഷോൺ ആകും, MD ആകും, ശോഭ സുരേന്ദ്രനാകും, എല്ലാവരുടെയും പേര് വരുന്നുണ്ട്. അതായത് അവ്യക്തതയില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ പേരുടെ പേര്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ഈ ധനുഷിന്റെ എനിക്ക് ഇഷ്ടമാണ്, അപ്പൊ ഞാൻ പറയണം ധനുഷാകും സംസ്ഥാന സെക്രട്ടറി എന്ന് ഞാൻ എന്റെ മാധ്യമത്തിൽ എഴുതുന്നു. വേറൊരാൾ പറയുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ പേര് എഴുതുന്നു. അതിനെതിരെ കാര്യമില്ല, നമുക്കൊരു വ്യക്തത വരണം. പക്ഷേ ബി ജെ പി സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ വാർത്തകളിൽ നമ്മൾ പറയാറുള്ള കാര്യമുണ്ട്, ഇത് പാർട്ടി ബി ജെ പി ആണ്, അവസാന നിമിഷം വരെ നമുക്ക് എന്താണ് ഇവരുടെ കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇല്ല. നമ്മളെക്കാളും വലിയ ജഗജില്ലികളാണല്ലോ നാഷണൽ ലെവലിൽ കിടക്കുന്ന മീഡിയാസ്. അവർ തലകുത്തി നിന്നിട്ട് പോലും ഈ നാഷണൽ ലീഡർ ആരാണെന്ന് അവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അടുത്ത ദേശീയ അധ്യക്ഷനാകുമെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളെക്കാൾ വലിയ ജഗജില്ലികളാണ്. പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് കണക്കുള്ള വെച്ചാൽ എവിടെയും നുഴഞ്ഞു കയറാൻ ഇതൊക്കെ, പ്രത്യേകിച്ച് ബി ജെ പിയുടെ കാര്യങ്ങളൊക്കെ മിക്കവാറും ഒക്കെ കൊണ്ടിരുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് നാഷണൽ ലെവലിൽ, ചെറുതും വലുതുമായ ചാനൽസ് ഉണ്ട്. അവർക്ക് പോലും നമ്മൾ മിക്കവാറും ഒക്കെ ചിലതൊക്കെ അവരുടെ കയ്യിൽ നിന്നാണ്, അവിടുത്തെ ചില സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ സോഴ്സുകൾക്ക് പോലും ഇത്രയും നാളായിട്ട് ഒരു വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒറ്റ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു രസം. പിന്നെ നമ്മൾ പറയാറുണ്ട് ഇന്നവരാകും. കാരണം അത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ തരുന്ന സോഴ്സുകളും പിന്നെ ആ നേതാവിന്റെ പ്രവർത്തനം. ഇപ്പൊ നമ്മൾ അണ്ണാമലയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, അണ്ണാമലയ്ക്ക് ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് പറയാനുണ്ടായ കാരണമുണ്ടായിരുന്നു. അണ്ണാമലയുടെ ഈ അടുത്ത് നടന്ന ചില നീക്കങ്ങൾ, അണ്ണാമല വിദേശത്ത് പഠിക്കാൻ വിടുന്നു, അത് പഠിച്ചിട്ട് വരുന്നു, അതിനൊരു 3 മാസം പാർട്ടി അവധി കൊടുക്കുന്നു. അത് പൊളിറ്റിക്സ് ആണ്, അദ്ദേഹം പഠിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹം ഒരു ധ്യാനത്തിന് മെഡിറ്റേഷൻ ആയിട്ട് അദ്ദേഹം ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നു.
ബാബയുടെ ഉം, ഉം, ഗുഹയിൽ ഇത് വരുന്നു. പിന്നീട് അദ്ദേഹം പതുക്കെ ഉം, പതുക്കെ അമിത്ഷായുമായിട്ട് അദ്ദേഹം ഏതാണ്ട് 2 മണിക്കൂറാണ് ചർച്ച നടത്തുന്നത്. സാധാരണ നമുക്കറിയാം അമിത്ഷായിട്ടുള്ള മീറ്റിംഗ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും മാക്സിമം ഒരു നേതാവിൻ്റെത്. പക്ഷെ 2 മണിക്കൂർ അവർ തമ്മിൽ ചർച്ച നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് തമിഴ്നാടിന്റെ മുഴുവൻ ചാർജും വിടുന്നു. തമിഴ്നാട്ടിൽ ഉം. കാര്യത്തിലേ ഇടപെടുന്നില്ല, മാറുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായി അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ്, അവിടെ നിന്ന് വിടുന്നില്ല. അദ്ദേഹം തമിഴ്നാട്ടിന്റെ കാര്യത്തിൽ നിന്ന് കയറി ഇടപെടുന്നു, അല്ലെങ്കിൽ അവിടെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. പുതിയ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് എല്ലാം പറയുന്നത്. അണ്ണാമല ഇപ്പൊ അവിടെ വന്നിട്ട് വലിയ ഒരു കാര്യങ്ങളും ഇല്ല. അണ്ണാമല ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും ഉം. അറിയില്ലല്ലോ. അതെ അറിയാത്തതല്ല, അതെ അതെ അദ്ദേഹം ഈ അതെ. രാജ്യത്ത് തന്നെ ഉണ്ട്. മറ്റു മേഖലകളിലെ പ്രവർത്തനത്തിന് അദ്ദേഹം വിട്ടിരിക്കുക. പല സ്റ്റേറ്റിലാണ് അദ്ദേഹം പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഉം. സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് എന്താണ്, പുതിയ അധ്യക്ഷനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാകാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റില്ല. നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വരും, വരും. അപ്പൊ ആ ഒരു ഗണത്തിലേക്ക് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു വ്യക്തി ശ്രീ അണ്ണാമല മാത്രമാണ്. ഒന്ന് ചെറിയ പ്രായം, കപ്പാസിറ്റി, എല്ലാ തരത്തിലുമുള്ള കഴിവ്, എനർജി, ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഭാവിയിൽ അങ്ങനെ ആയേക്കാം എന്ന് പറഞ്ഞു. എന്തിനു ഒരിടയ്ക്ക് അമിത്ഷായുടെ പേര് ആഭ്യന്തര സഹമന്ത്രിയാകും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഓഫറും അദ്ദേഹത്തിന് വന്നിരുന്നതാണ്. അതൊക്കെ പിന്നെ മാധ്യമങ്ങൾ വന്നിരുന്നു. പക്ഷെ അമിത്ഷാ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ദേശീയ അധ്യക്ഷൻ ആയിക്കൂടായികയില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ചാൻസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു വാർത്ത മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അതല്ലാതെ ഇന്നവരാകും ഇന്നവരാകും എന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. ഇനി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞു സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന് ഈ മുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ സാധ്യത കുറവ്. ഇനി നാളെ വനിതാ അദ്ദേഹം ആകുമോ അധ്യക്ഷന്മാർ ഇല്ലയോ എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറഞ്ഞു. പറ്റില്ല. വനിതാ അധ്യക്ഷന്മാർ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്, വനിതാ അധ്യക്ഷന്മാർ വരും എന്നൊക്കെ നമ്മൾ ഉം, പറയുന്നുണ്ട്. ഉം, ഏതായാലും ഇപ്പോൾ ഈ ഒരു റിട്ടയർമെന്റിന്റെ സംസാരം ഒരു തരത്തിൽ അത് നല്ലൊരു അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതെല്ലാം കൃത്യമായി കേൾക്കണം. കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് അവര് മോദി റിട്ടയർ ഉം. ചെയ്യുമോ എന്നല്ല ചോദിക്കേണ്ടത്, അവരുടെ പ്രായമായിട്ടുള്ളവരൊക്കെ എന്തു പറയുന്നു എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. അതിനകത്ത് കുറെ പേര് ഇരിപ്പുണ്ട്, കുറെ ഉം. ടൈം കഴിഞ്ഞവർ ഇരിപ്പുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ അവർ കയറി വരാത്തതിന്റെ കാരണം വെച്ചാൽ ഇതുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, സ്റ്റക്കാ നിൽക്കുക, ബ്ലോക്കാണ്. ആദ്യം അതാണ് അവർ ചിന്തിക്കേണ്ടത്. അവരാദ്യം കൂടിയിരുന്നിട്ട് നമ്മളിൽ ഇനി എത്ര പേർ റിട്ടയർഡ് ആകും എന്നൊക്കെ ഉണ്ട്. മല്ലികാർജുന ഖാർഗെയൊക്കെ ഇല്ലേ. അപ്പൊ നമുക്കൊരു റിട്ടയർമെന്റ് പ്രായം വേണ്ടേ കോൺഗ്രസിൽ എന്നാണ് ചിന്തിക്കേണ്ടത്. CPM നമുക്ക് ഒരു വേണ്ടേ മന്ത്രിസ്ഥാനം, MLA സ്ഥാനത്തിനായാലും. എനിക്ക് തോന്നുന്നു ഇപ്പം ഇടതുപക്ഷത്തിൽ അങ്ങനെ ഒരു നിയമം ഈ പിണറായി കയറിയതിനു ശേഷം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 ടേം എങ്ങാണ്ട് മത്സരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷന് മത്സരിക്കാൻ 2 ടേമേ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരികയാണ് പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. അങ്ങനെ ഒരു ടേം കൊണ്ട് അങ്ങനെയല്ല ജി പുള്ളി സുധാകരന്, തോമസ് മത്സരിക്കും. അല്ല അവിടെയും വേറൊരുണ്ട്. ഈ BJP കാര്യം പറഞ്ഞ പോലെ അവിടെയും ഒരു ചെറിയ കൺസെഷൻ ഉണ്ടാകും. പാർട്ടി പറയുകയാണ് നിങ്ങളുടെ സർവീസ് ഇനിയും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാം. ഇത് തന്നെയാണ് യെദ്യൂരപ്പയുടെ കേസിൽ രാജഗോപാൽ. വേണമെങ്കിൽ മോദിക്ക് അങ്ങനെ ചെയ്യാം. പാർട്ടി പറയുകയാണ് വേണ്ട, നിങ്ങൾ ഇപ്പൊ പോകരുത്, ഒരു 2 വർഷം കൂടി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതൊരു നിയമമല്ല. അപ്പം കേരളത്തില് പിണറായി വിജയനും ആ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, 2 ടേമാണ്. അങ്ങനെയാണല്ലോ ഈ തോമസ് ഉം. ഐസക്, ജി സുധാകരനൊക്കെ പുറത്തു പോകേണ്ടി വന്നത്. അപ്പൊ ആ ഒരു ടൈം വരുന്നത് ഇത് എന്താണെന്നുള്ളത് അറിയണം. പക്ഷെ ഏതായാലും നല്ലൊരു ചർച്ചയ്ക്കാണ് തുടക്കം ഇട്ടിരിക്കുന്നത്. കാരണം രാജ്യത്തെ തന്നെ ഒരു വലിയ സംഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, അവരവരുടെ നേതാക്കൾ റിട്ടയർമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ കേൾക്കുന്ന പതിവിലുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പ്രസ്താവന എന്ന് പറഞ്ഞാൽ രാജിവെക്കും, ഞാൻ വെക്കത്തില്ല, പിന്നെ ഞാൻ ഇത് വരും. നമ്മൾ ഈ കോൺഗ്രസിന്റെ കേരളത്തിൽ കണ്ടതാണല്ലോ. എനിക്ക് പ്രായമൊന്നും കൂടിയിട്ടില്ല, ആര് പറഞ്ഞു, എനിക്ക് നല്ല കപ്പാസിറ്റിയാണ്, ഇപ്പോഴും ഊർജ്ജസ്വലനാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ അടുത്ത് ഒരു സംസ്ഥാന അധ്യക്ഷൻ മാറിയില്ലേ. പിന്നെ ആ സംസ്ഥാന അധ്യക്ഷൻ എന്റെ പടം വെച്ചില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വലിയ പോകില് ഒരു പരിപാടിക്ക് പടം വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വലിയ പോലെ അവസരം പടം വെച്ചു. അങ്ങനൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നെ ഇവർക്കൊക്കെ ഈ റിട്ടയർമെന്റ് ആയവരും അങ്ങോട്ട് പോകുന്നു വെച്ചാൽ BJP സംബന്ധിച്ച് അവർക്ക് മാർഗദർശൻ മണ്ഡൽ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഒരു കമ്മിറ്റി ഉണ്ട്. അതായത് മാർഗദർശനം നൽകുന്നത്. അതിനകത്താണ് ഇപ്പൊ നമ്മുടെ മുരളി മനോഹർ ജോഷി, അദ്വാനിയൊക്കെ ഉള്ളത്. അങ്ങനെ ഉണ്ട്. പിന്നെ ഉം. സംഘപരിവാറിനെ സംബന്ധിച്ച് അവർക്ക് ഏതാണ്ട് നമ്മൾ ഏതാണ്ട് 144 സംഘം. അപ്പം ഉം. ഇതിന്റെയൊക്കെ ഏതെങ്കിലും ഒരു അധ്യക്ഷ പദവിയിലേക്കോ തലപ്പത്തേക്കോ ഒക്കെ പോയെന്ന് വരിക. സംഘം അങ്ങനെയാണ്. കാരണം ഇന്നിപ്പോ ഇവിടുത്തെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, M ഗണേഷ്. അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഈ സെന്ററിന്റെ ഉം. ആ ഒരു കാലം വരെ. ഇന്നിപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ ചുമതല? അദ്ദേഹം സംഘത്തിന്റെ പ്രധാന സ്ഥാനത്തെ മേൽനോട്ടമാണ് സംഘത്തിന്റെ. അത് ഒറ്റയടിക്ക് തിരിച്ചു ഉം. വിളിച്ചു. കാരണം അവരുടെ ഡെപ്യൂട്ടേഷൻ ആണല്ലോ, 3 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ ആണ് BJPക്ക് വിട്ടുകൊടുക്കുന്നത്. ആ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് അവർ മടങ്ങി. ഇതിനേക്കാൾ വലിയൊരു നേതാവായിരുന്നു നമ്മുടെ രാം മാധവ്. അദ്ദേഹമാണ് ഉം. ഈ കശ്മീരില് പിന്നെ ഇത് മെഹബൂബ മുഫ്തിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് BJP ഉം. അധികാരത്തിൽ നേതാവ്. ആ ഒരു ടൈം കഴിഞ്ഞ് നേരെ വന്ന് പ്രചാരന്റെ പദവി ഏറ്റെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും താൽക്കാലികമായി BJPയുടെ ചുമതല കാശ്മീരിന്റെ കൊടുത്തു.
ഇങ്ങനെ അത് ഉം. പോകുന്നുണ്ട്. പക്ഷെ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് വേണം നമ്മൾ ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ ഉയർത്തിയ ആ കാര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും നന്നായി പഠിക്കേണ്ട ഉം. ഒരു വിഷയമാണ്. കാരണം അനാരോഗ്യം എത്തുമ്പോൾ നമുക്കൊരു ഏജ് ആകുമ്പോൾ പുതിയ തലമുറയ്ക്കായി നമ്മൾ വഴിമാറി കൊടുക്കുക. അതാണ് ഇതിന്റെ ഒരു നമ്മളുടെ ഒരു വ്യൂവിൽ കാണുന്നത്.